സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ മലക്കുകളാൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഇൽമിൻ്റെ അറിവിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിട്ടുമാറാത്ത പനിയും കഫക്കെട്ടും തൊണ്ടവേദനയുമൊക്കെ കാരണത്താൽ ഏറെ പ്രയാസത്തിലായിരുന്നു. ഒരു സുദീർഘമായ പ്രഭാഷണം നടത്തുക എന്ന ഉദ്ദേശത്തിലല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നാളെ കയറി ചെല്ലേണ്ട അള്ളാഹുവിൻ്റെ മഹ്ശറ എന്ന ലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിർഭയത്വത്തോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗപ്രവേശനം യാഥാർത്ഥ്യമാക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പകാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളൊക്കെ തിരിച്ചറിയുന്നത് പോലെ ഈ ലോകത്ത് അനേകം മതങ്ങളുണ്ട്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർക്കൻ പാമ്പ് വരെ ആരാധ്യ വസ്തുക്കളായി കാണുകയും അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിച്ച് അവനവന്റെ നേട്ടം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന അനേകം മതങ്ങളും മതസംഹിതകളും ആദർശങ്ങളും ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആദർശ വിശദീകരണത്തിൽ നിന്ന്, മത ചിന്തകളിൽ നിന്ന് പലപ്പോഴും ഇസ്ലാമിനെ ഇതര മതത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, മനുഷ്യന്റെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും മനുഷ്യന്റെ ജീവിതത്തിന് കൃത്യമായ കാഴ്ചപ്പാട് ഒരുക്കി കൊടുക്കുകയും ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്തതൊന്നും കൽപ്പിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യാത്ത ഏക ദൈവീക മതമാണ് പരിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിന്റെ മതം. ആ മതം ലോകത്തിന് പ്രഖ്യാപിച്ചു കൊടുക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചൊരു വാക്ക്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ അരികിൽ നിന്നുള്ളൊരു സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ആ സന്മാർഗം നിങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾ നിർഭയരാണ്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയോ സങ്കടപ്പെടേണ്ടി വരികയോ ചെയ്യുന്നില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്തിന് അല്ലാഹു തആല നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. ആ നിർഭയത്വം ഇന്ന് നമുക്ക് നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ഇസ്ലാമിന്റെ കുറ്റമല്ല എന്നും, മറിച്ച് ഇസ്ലാമിലില്ലാത്ത പലതും ഇന്ന് മുസ്ലിം സമൂഹം ഏറ്റെടുക്കുകയും ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കാത്ത പല ആശയങ്ങളും ആദർശങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കേണ്ട ഒരു ജനതയ്ക്ക് പകരം ഭയപ്പാടോടുകൂടി ആകാശത്തു നിന്നും വീണവരെ പോലെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മളിൽ പലരും എത്തിപ്പെടാനുള്ള കാരണം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം? ആ പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ത് എന്ന തിരിച്ചറിവില്ലായ്മയാണ് ഇന്ന് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ലോകത്ത് ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ജനിക്കപ്പെട്ട ഏതേത് മനുഷ്യരാവട്ടെ, സർവചരാചരങ്ങളും നാളെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള ഒരു മടക്കയാത്ര കൺമുൻപിൽ കണ്ട് ജീവിക്കേണ്ടവരാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ അതേ മണ്ണിലേക്കുള്ളൊരു യാത്ര തന്നെയാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഈ ജീവിതം. ആ തിരിച്ചുള്ള യാത്രയോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ
മരണം വലിയൊരു സന്തോഷമാണ്, സമാധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ തൊട്ടടുത്ത വാക്കിലൂടെ അല്ലാഹു തആല പറയുന്നു, വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, നിങ്ങൾ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ഒരു മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസിയുടെ ഏറ്റവും വലിയ ഭാഗം ഈ ലോകത്ത് ജീവിച്ചു തീർക്കുന്ന കാലങ്ങൾ അത്രയും ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ചിന്ത, ഈ ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹുവിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം, ആ ബോധമായിരിക്കണം ഏതൊരു വിശ്വാസിയെയും ഈ ലോകത്ത് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ടാണല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നട്ടപ്പാതിര നേരത്ത് വിശപ്പിന്റെ ശക്തി കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ സങ്കടത്തെക്കാൾ ഏറെ സങ്കടപ്പെടുന്നുണ്ട് ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും. മൂന്ന് പേരും വിശപ്പിന്റെ ശക്തി കൊണ്ട് വീട്ടിന്റെ അകത്തങ്ങനെ സങ്കടം കൊണ്ട് കഴിഞ്ഞുകൂടുമ്പോൾ തന്റെ ഭാര്യയുടെയും മകളുടെയും പട്ടിണിയോടൊപ്പം സ്വന്തം പട്ടിണിയൊന്നു മാറ്റാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിന്റെ പുറത്തേക്കിറങ്ങി. ആ നട്ടപ്പാതിര നേരത്ത് ഇരുട്ടത്ത് മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അതേ ഇരുട്ടിൽ ഒരാൾ എതിരെ വരുന്നത് കണ്ട അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആരാണയാൾ? നീ ആരാണെന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുമ്പം എതിരെയുള്ള മനുഷ്യൻ അല്പ വെളിച്ചത്തിലേക്ക് മാറി നിന്നിട്ട് പറഞ്ഞു, അന അബൂബക്കർ സിദ്ദീഖ്. റസൂലേ, ഞാൻ അബൂബക്കർ സിദ്ദീഖാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ, ഈ സമയത്ത് താങ്കൾ എന്തിനാ പുറത്തിറങ്ങിയത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ തിരിച്ചുള്ള മറുപടി, വിശപ്പ് കൊണ്ടാണ് നബിയെ, പട്ടിണി കൊണ്ടാണ് റസൂലേ. ഒരു കാലത്ത് മക്കയിൽ ചോദിച്ച വില കൊടുത്ത് അടിമകളെ മോചിപ്പിച്ച് പട്ടിണി കിടക്കുന്ന നൂറുകണക്കിന് സഹാബാക്കൾക്ക് ഭക്ഷണം കൊടുത്ത മക്കയിലെ പേരുകെട്ട തറവാട്ടിലെ അബൂ ഖുഹാഫയുടെ മകനെന്ന അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു വിശപ്പിന്റെ ശക്തി കൊണ്ട്, പട്ടിണിയുടെ സങ്കടം കൊണ്ട് ആ രാത്രി പുറത്തടങ്ങി നടക്കുന്ന വ്യക്തി. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഒരൽപ്പം മുൻപിലേക്ക് എത്തിയപ്പോൾ വീണ്ടും എതിരെ ആരോ ശബ്ദം കേട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഉറക്കെ ചോദിച്ചു, ആരാണ്? വെളിച്ചത്തിലേക്ക് വന്ന സ്വഹാബിയുടെ മറുപടി, അന ഉമർ ഇബ്നുൽ ഖത്താബ്. റസൂലേ, ഖത്താബിന്റെ മകൻ ഉമറാണ് ഞാൻ. റസൂലുള്ള ചോദിച്ചു, എന്താ ഉമറെ ഈ സമയത്ത് ഇവിടെ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ഉമർ ഇബ്നുൽ ഖത്താബ് തിരിച്ചു പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ റസൂലേ, പട്ടിണി കൊണ്ട് വയ്യ നബിയെ, ഉറക്കം വരുന്നില്ല. ഒരു കാലത്ത് 200 ഒട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ തലയറുക്കാൻ വന്ന, അന്നത്തെ കാലഘട്ടത്തിൽ മക്കയിൽ ആര് പേര് കേട്ടാലും കിടുകിട വിറച്ചിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, പട്ടിണി കൊണ്ട് ഉറക്കം വരുന്നില്ല റസൂലേ. 3 പേരും കൂടി മുൻപോട്ട് നടക്കുമ്പോൾ ഒരൽപ്പം വെളിച്ചം കാണുന്ന വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് ഉറക്ക അള്ളാഹുവിന്റെ റസൂലുള്ള സലാം പറയും. 3 തവണ സലാം പറഞ്ഞിട്ടും മടക്കാതായപ്പോ തിരിച്ചിറങ്ങിപ്പോരുന്ന സമയത്ത് വാതിൽ തുറന്നിട്ട് ആ മനുഷ്യൻ പറയും, അള്ളാന്റെ റസൂലെ, വീട്ടിൽ ആളുണ്ട്, പിന്നെന്തുകൊണ്ടാ നീ സലാം മടക്കാതിരുന്നത്? ആ സ്വഹാബിയുടെ മറുപടി, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ വന്നത് വിശന്നിട്ടാണെന്നും ഭക്ഷണത്തിനാണെന്നും എനിക്കറിയാം. എന്റെ വീടാകമാനം ഞാൻ അരിച്ചു പെറുക്കി നോക്കിയിട്ട് എനിക്കൊരു കാരക്ക മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ കാരക്ക എടുക്കാനുള്ള സമയമായിരുന്നു ഞാൻ നിങ്ങളിൽ നിന്ന് അല്പസമയത്തേക്ക് മാറി നിന്ന സമയം. തന്റെ കയ്യിൽ കിട്ടിയ കാരക്ക 6 കഷണങ്ങളായി ചീന്തിയെടുത്ത് 2 കഷണങ്ങൾ ഭൃത്യൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അബ്ദുല്ലാ, ഇതെന്റെ ആയിഷാക്കും എന്റെ ഫാത്തിമാക്കും കൊടുക്കണം. ബാക്കിയുള്ള ഒരു കഷണമെടുത്ത് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കരയുമ്പോ കണ്ടു നിൽക്കുന്ന സഹാബാക്കളും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറും ചോദിച്ചു, എന്തിനാ റസൂലേ സങ്കടം? പട്ടിണി കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? റസൂലുള്ള തിരിച്ചു പറഞ്ഞു, അല്ല അബൂബക്കറെ, വല്ലാഹി വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹുവാണേ സാക്ഷി, ഈ കാരക്കയുടെ കഷണത്തെ കുറിച്ച് പോലും അല്ലാഹു ചോദിക്കുമ്പോ ഞാൻ അതിനു മറുപടി പറയണം എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അബൂബക്കർ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ലോകത്ത് പടച്ച റബ്ബ് എത്ര കാലം നമുക്ക് തന്നോ
ആ കാലങ്ങളുടെ നിമിഷങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിനാ മനുഷ്യരെ മരണം. അല്ലാതെ നമ്മളെ കുടുംബക്കാരെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നമ്മളെ മക്കളെ യത്തീമക്കളാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ ഭാര്യയെ വിധവയാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ മാതാപിതാക്കളെയും കുടുംബത്തെയും നിത്യസങ്കടത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടല്ല മരണം. വല്ലാഹി സുമ്മലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയാണ് മരണം.